ഹലോ, അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനുമ്പോൾ അത് അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു ഉഷാറ് കുറവുണ്ട് കേട്ടോ. പിന്നെ അതാ അമ്മ അവിടെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല ചൂട് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്സവമായതുകൊണ്ട് തന്നെ രാത്രി പരിപാടികളൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ പ്രഭി വേഗം അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ആദവും വേഗം ചാടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സൈഡായതുകൊണ്ട് തന്നെ ആലിയയുടെ കളിക്കാനുള്ള കമ്പനി കട്ടായിട്ടോ. അതുകൊണ്ട് തന്നെ ആലി കുറച്ച് സമയം എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ട് അവിടെ കുറേ സമയം എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ഗുളികയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഉഷാറ് കുറവാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളതാ നമ്മുടെ തിരിയൊക്കെ ഇടുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അച്ഛനൊരു പണി ഒപ്പിച്ചത്. നല്ല ഒരു വലിയൊരു ഗുണ്ട് പൊട്ടിച്ചു കേട്ടോ. അപ്പം ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. അതാണ് നിങ്ങൾ കണ്ട കാഴ്ച. പിന്നെ അതാ ഓരോരുത്തരായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതാ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ അതവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി ഇപ്പോൾ എല്ലായിടത്തും ഫുൾ ലൈറ്റും, ഇവിടെ ഇങ്ങനെ ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഫുൾ ലൈറ്റാണ് റോഡിലും അതുപോലെ എല്ലാ വീടുകളിലും ഒക്കെ ലൈറ്റായിട്ട്, പിന്നെ ദീപമൊക്കെ കത്തിച്ചിട്ട് അങ്ങനെയാണ് വരവ് പോകുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരവ് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കോമാളിക്കളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ അടുത്ത് പ്രഭീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം അവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനും ഉള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ പുറത്തൊക്കെ വന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ അവൾ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോയിട്ടോ. പിന്നെ ഞാനതാ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടുള്ള ബൾബും കാര്യങ്ങളും ലൈറ്റ്സൊക്കെ കാണാനായിട്ട് കുറച്ച് നേരം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അതവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും അങ്ങനെ പുറത്തേക്ക് അധികം വന്നിട്ടില്ല, തീരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയും. കുറച്ച് നേരം വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഏകദേശം വരവൊക്കെ എത്താനായ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ദീപം കത്തിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ദീപം കത്തിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കത്തിക്കാനുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോരോ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ ദീപം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അത് അങ്ങനെ കത്തിക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രബീൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ. ഇവിടെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ ഉത്സവത്തിനൊക്കെയാണ് ഇങ്ങനെ കാണുക. അപ്പോൾ അതാ ഇങ്ങനെ അവിടെ വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ഉത്സവത്തിനാണ് കേട്ടോ ഇങ്ങനെ പരിചയമുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കാണാൻ പറ്റാറുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ പ്രബീൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ നമ്മുടെ വരവൊക്കെ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വരവ് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്ത്